ടിപ്സ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് ഇൻ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് നമ്പർ 3 എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻ്റ് അല്ല, ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാ ഒരു വാള്, മൈൻക്രാഫ്റ്റിലെ സാധാ ഒരു വാള്, നമ്മൾ ബ്രിക്ക് കൊണ്ടുണ്ടാക്കിയ വാള്. ഇനി ഇത് നമുക്ക് TNT കൊണ്ട് പൊട്ടിച്ച് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. ഓക്കെ, TNT നമുക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ലിവർ വെക്കുമ്പോൾ അത് ഉറപ്പൊട്ടും. ഓക്കെ, പൊട്ടാൻ പോവാണ്. വേണ്ട, അപ്പോൾ വോളിൻ്റെ കുറച്ച് പാർട്ട് മേളിൽ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് TNT പ്രൂഫ് വാളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഇതിന് വേണ്ടതില്ലേ, നമ്മുടെ വോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ബ്ലോക്കല്ലേ യൂസ് ചെയ്യണത്. നമുക്കിത് സ്റ്റേഴ്സാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ബ്രിക്ക് സ്റ്റേഴ്സ് തന്നെ എടുക്കാം. പിന്നെ ഒരു വാട്ടർ ബക്കറ്റും വേണം. ഞാൻ ക്രിയേറ്റീവിലുണ്ടാക്കുന്നത്, സർവൈവലിൽ കുറേ വെള്ളം വേണ്ടി വരും. ഓക്കെ, ഇനി ഇങ്ങനെ നമുക്ക് ഒരു വാൾ കൊണ്ട് ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ പണിയണം. എന്ന് വെച്ചാൽ ഇങ്ങനെ ക്രോസ് ചെയ്യണം രണ്ട് സൈഡിലും. വെള്ളം വെളിയിൽ പോകാൻ പാടില്ല. അങ്ങനെ. ഓക്കെ, നടുക്ക് ഇങ്ങനെ നമുക്കൊരു എന്തായിരുന്നു വെള്ളം കിടക്കാത്ത സംഭവം വേണം. നടുക്ക് ഇങ്ങനെ വെള്ളം കിടക്കണം, ഇങ്ങനെ കിടക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുള്ള് അങ്ങ് വെള്ളം നിറക്കാം. ഓക്കെ, അപ്പോൾ അത് ഫുള്ള് നമുക്കൊന്ന് നിറച്ചെടുക്കാം. ഇനി ഇവിടെയും കൂടി ഇതുപോലെ നമുക്ക് മേളിലോട്ട് ഇനി ലെയേഴ്സ് കെട്ടി വെക്കാം. അത് ഞാൻ കാണിക്കുന്നില്ല, ലെങ്ത്ത് കൂടും. ഓക്കെ, ലാസ്റ്റത്തെ വെച്ച് കണ്ട. ഇപ്പം ഇതൊരു 2 ബ്ലോക്ക് കട്ടിയുള്ളൊരു വോൾ പോലെ തോന്നും, പക്ഷേ ഇത് TNT പ്രൂഫാണ്. നമുക്ക് ഈ TNT വെച്ച് നോക്കാം. ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുക്കാം. ഇവിടെ ഫുള്ളങ്ങ് TNT നിരത്തി വെക്കാം. കണ്ട, ഞാൻ കത്തിച്ചിട്ടുണ്ടേ, നിങ്ങൾ നോക്കിക്കോ. കണ്ട, ഒന്നും പറ്റിയില്ല. ആ വോൾ അവിടെ ഒന്നും പറ്റിയില്ല വോളിന്. ഞാൻ എൻ്റെ മേളിലും വെച്ച് പൊട്ടിച്ച് കാണിക്കാം. എവിടെ? ഓക്കെ, നമ്മൾ മേളിൽ 3 എണ്ണം വെച്ചിട്ടുണ്ട്, 4 എണ്ണം വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ട, ഒന്നും പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.